ഇവിടെ ഒരു അമ്മ പ്രസവ വേദനയിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭംഗിയുള്ള കുട്ടിയും ജനിച്ചു. എന്നാൽ ആ കുട്ടിയെ എടുത്ത ഡോക്ടർ അതിന്റെ മേലെ എന്തോ മീനിന്റെ സ്മെല്ല് അടിക്കുന്നത് കണ്ടുപിടിച്ചു. അതിനുശേഷം ആ കുട്ടിയെ അമ്മയുടെ അടുത്ത് കൊടുത്താൽ അവൾക്ക് ആ സ്മെല്ല് താങ്ങാൻ പറ്റുന്നില്ല. വളരുന്നതിനനുസരിച്ച് റെഡി ആകുമെന്ന് വിചാരിച്ചാൽ കുട്ടി വളർന്നാലും ആ സ്മെല്ലിന് മാത്രം ഒരു മാറ്റവുമില്ല. സോ ഇതിനെ പറ്റി ഒരു സ്കിൻ ഡോക്ടറുടെ അടുത്ത് പോയി ചോദിച്ചു. അയാളും നല്ല സ്മെല്ലുള്ള സോപ്പ്, ഷാംപൂ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് എല്ലാം എഴുതി കൊടുത്തു. ആ സ്ലിപ്പ് വാങ്ങി നോക്കിയാൽ എല്ലാം അയാളുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ഇതിന്റെ ഇടയിൽ കൂടെ അയാൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കുറെ ക്യാഷ് മുടക്കി യൂസ് ചെയ്ത് നോക്കിയാൽ സ്മെല്ല് പോകുന്നത് പോലുമില്ല. ഇങ്ങനെ ആ പയ്യനും വളർന്നു വലുതായി. എന്നാൽ ആ സ്മെല്ലിന്റെ പ്രശ്നം തീർന്നിട്ടേ ഇല്ല. ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി മന്ത്രങ്ങൾ ചെയ്തു. അയാൾ ഒരു മുട്ട വെച്ച് തലക്ക് ചുറ്റും ചുറ്റി അത് പൊട്ടിച്ചു നോക്കുമ്പോൾ ആ മുട്ട വരെ കെട്ടുപോയിട്ടുണ്ട്. അവന്റെ ഉള്ളിലെ പിശാചിനെ പുറത്തെടുത്തു എന്ന് പറഞ്ഞ് അവരോടും പോകാൻ പറഞ്ഞു. എന്നിട്ട് ഒരു മാറ്റവുമില്ല. ഇന്നാണ് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്നത്. ഇവന്റെ അച്ഛനും കാറിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സ്മെല്ല് താങ്ങാൻ പറ്റാതെ കാറിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തു. ഇപ്പോ ഇവൻ സ്കൂളിലേക്ക് പോയതും ടീച്ചറിനും സ്മെല്ല് താങ്ങാൻ പറ്റാതെ ഇവനെ ഒറ്റയ്ക്ക് ഒരു മൂലയിലാണ് ഇരുത്തിയിരിക്കുന്നത്. അവനും കാറിൽ വെക്കുന്ന സെന്റ് കഴുത്തിലിട്ടാണ് ക്ലാസ്സിന് പോകാറ്. എന്നിട്ടും ആ സ്മെല്ല് പോകില്ല. ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും ഇവൻ സ്മെല്ല് സഹിക്കാൻ പറ്റാതെ ഇവന്റെ പുറത്ത് മീനിന്റെ ഫോട്ടോ ഒട്ടിച്ചു. ആ നാറ് നിൽക്കുന്നവനെ ഒന്നുകൂടെ നാറ്റിച്ചു. എന്നാൽ ഒരു പെണ്ണ് മാത്രം ഇവനെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പേര് സഹിക്കാൻ പറ്റാതെ ഓടിയാലും ഇവൾക്ക് മാത്രം ഒരു പ്രശ്നവുമില്ലാത്തതിന്റെ കാരണം ഈ പെണ്ണിന് മീനുകളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്.